നമ്മുടെ ചലച്ചിത്ര രംഗത്തെക്കുറിച്ച് പൊതുവേ കേൾക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ല. ഈ മെഗാ സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ ആധിപത്യത്തിൽ ഞെരുങ്ങിക്കഴിയുകയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ. പക്ഷേ ഇപ്പോഴോർക്കുന്നു, ഉർവശി കടന്നു വന്ന കാലത്ത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അവരൊന്ന് പിറകോട്ട് അടിച്ച ഒരു കാലഘട്ടമായിരുന്നു. കാരണം ആർട്ട് ഫിലിമുകളിലുമൊക്കെ ഉണ്ടായ ആ ഒരു ട്രെൻഡിനെ അടിസ്ഥാനപ്പെടുത്തി. പക്ഷേ ഉർവശി ഉൾപ്പെടെ ഏതാനും പേർ ഈ രംഗത്ത് വന്നപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വീണ്ടും വ്യക്തിത്വം കിട്ടുന്ന കാര്യം പെട്ടെന്ന് ഒരു രംഗം ഓർമ്മിക്കുകയാണ്. അത് ജയറാമിനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്ന, വിവാഹാഭ്യർത്ഥന നടത്തുന്ന സന്ദർഭത്തിൽ അമ്മ മലയാളിയെ മാത്രമേ കല്യാണം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞ് തടി തപ്പാൻ അദ്ദേഹം നോക്കിയപ്പോൾ തൻ്റെ മലയാളിത്വം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ കഥാപാത്രമുണ്ട്. ആ പറയുന്ന സ്ഥലത്തൊക്കെ നായക കഥാപാത്രങ്ങളെ വേല കയ്യിലിരിക്കട്ടെ എന്നുള്ള രീതിയിൽ അവരെ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലി കഥാപാത്രത്തിൻ്റെ മാത്രമല്ല, ഉർവശി ഏത് കഥാപാത്രം ചെയ്താലും അങ്ങനെയുണ്ട്. അതേക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് പറഞ്ഞാൽ. സാർ, എനിക്ക് എൻ്റെ ഡയറക്ടേഴ്സിനോടാണ് നന്ദി പറയേണ്ടത്. കാരണം എന്നെ ഇംപ്രവൈസ് ചെയ്ത് ചെയ്യാൻ അവർ അനുവദിച്ചു. അത് ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ കഥ പറയുമ്പോൾ തന്നെ ആ കഥയെ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഇംപ്രവൈസ് ചെയ്യുമായിരുന്നു. അതിനെനിക്ക് അനുവാദം തന്നു എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പോൾ ഭയങ്കര ഈഗോയിസ്റ്റുകളാണെന്ന് പറഞ്ഞ ഡയറക്ടേഴ്സ് പോലും, കാരണം ഹ്യൂമർ നായികമാർ ചെയ്യാൻ പാടില്ലെന്നൊരു അലിഖിത നിയമം ഉണ്ടായിരുന്നു. കാരണം നായിക എന്ന് പറയുന്ന ഒരു പിന്നെ കോമഡി പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കുന്ന ആളാവാൻ പാടില്ല, അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ ഹ്യൂമറസ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വേണ്ട കേട്ടോ, അത് കുറച്ച് ഇതായിപ്പോവും, കോമാളിത്തരയും, അത് വേണ്ട, അങ്ങനെ വേണ്ടെന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ വളരെ അറിയാത്ത രീതിയിൽ കുറേശ്ശെ ഫില്ല് ചെയ്താണ് ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. അതിൻ്റെ അടുത്തൊക്കെ ബുദ്ധിയാണോ എന്നറിയില്ല, താല്പര്യമാണ്. ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ട് ഹ്യൂമറാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ 88-ന് ശേഷം പിന്നെ അങ്ങോട്ട് ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ചിത്രങ്ങൾ എടുക്കാൻ സംവിധായകരും തയ്യാറായി. കുറേ ചിത്രങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റി. ഞാൻ 90-ക്ക് ശേഷം ഞാൻ അപൂർവമായിട്ടേ മമ്മൂക്കയുടെ ലാലേട്ടനെ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച് ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഹീറോയിൻ ഓറിയൻറ്റഡ് ഫിലിമായിട്ട് ഞാൻ ചെയ്ത പടങ്ങളാണ്. ഇവിടെയും ചരിത്രത്തിലേക്ക് ഉൾവെളിച്ചം പകരുന്ന ഒരഭിപ്രായമാണ് ഇപ്പോൾ ശ്രീമതി ഉർവശി പറഞ്ഞത്. കാരണം മോഹൻലാലും മമ്മൂട്ടിയുമായി ചേർന്നുകൊണ്ടുള്ള പടങ്ങളുടെ ആ ഒരു പ്രളയകാലം വന്നപ്പോൾ ഉർവശിയെപ്പോലെ തനിമയാർന്ന സ്ത്രീ കഥാപാത്രങ്ങളെ ഉജ്ജ്വലമാക്കിയ പ്രശസ്ത താരങ്ങൾ ഒന്ന് മാറി നിൽക്കുക പോലും ചെയ്തു എന്നുള്ളത് നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ടുന്ന ഒരു സൂചനയാണ്. ഏതായാലും ഇപ്പോൾ മലയാള സിനിമ അതിൻ്റെ 80ാം പിറന്നാളിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. മലയാളത്തിൽ അഭിനയിച്ച ചിത്രങ്ങളിൽ എപ്പോഴും മനസ്സിൽ താലോലിക്കുന്ന കഥാപാത്രങ്ങൾ, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഓർത്ത് പറയാനുള്ള ഒരു 3-4? ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിപ്പോൾ ഉദാഹരണത്തിന് പറയാൻ കടിഞ്ഞൂൽ കല്യാണത്തിലെ കഥാപാത്രം, അതൊരു വളരെ പ്രത്യേകതയുള്ളൊരു റോളാണത്. കാരണം ഒരു ശകലം കൂടിപ്പോയാൽ വട്ടാണെന്ന് തോന്നും, ഇത്തിരി കുറഞ്ഞു പോയാൽ ഇതെന്താ ഇങ്ങനെയൊന്നും, അങ്ങനത്തെ ഒരു വളരെ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി നമ്മൾ അതിൽ കൂടെ സൂക്ഷിച്ച് നടക്കുന്ന പോലെ പെർഫോം ചെയ്യേണ്ട ഒരു റോളായിരുന്നു അത്. അപ്പോൾ ചെറുതായിട്ട് ഈ അമ്മ വളർത്തി കൊഞ്ചിച്ച് നശിപ്പിച്ചൊരു ക്യാരക്ടറാണ് അത്. അതെനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു റോളാണത്. അതുപോലെ തന്നെ തലയണമന്ത്രത്തിലെ റോള്, തലയണമന്ത്രവും വളരെ അപകടം പിടിച്ചൊരു കഥാപാത്രമാണ്. കാരണം അതുവരെ ഒരു വില്ലത്തി എന്ന് പറഞ്ഞ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ പഴയ പെർഫോമൻസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു കഥാപാത്രം പഴയ പടത്തിലൊക്കെ ആണല്ലോ, അങ്ങനെ വേണം. വരുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി, ഇതാണ് വില്ലത്തിയുടെ ഇമേജ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ നാച്ചുറലായിട്ട് നമ്മൾ കണ്ടാൽ പറയത്തേയില്ല ഇതിനകത്തൊരു വില്ലത്തി ഉണ്ടെന്ന്, ആ ഒരു രീതിയിൽ പെർഫോം ചെയ്ത പടമാണ് അത്. കാരണം ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതൊക്കെ ചിരിച്ചുകൊണ്ട് പറയാം. അത് ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ളൊരു കഥാപാത്രത്തിനെ വെച്ച് തന്നെ ചെയ്തത്. നല്ല കഥാപാത്രങ്ങൾ തന്നിലേക്ക് വരിക എന്നുള്ള ഒരു ഭാഗ്യാവസ്ഥ അവിടെയും ഉർവശിയെ തേടിയെത്തുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ഭൂരിപക്ഷം നായിക കഥാപാത്രങ്ങളിലും, ഉർവശി പ്രതിനിധാനം ചെയ്ത നായിക കഥാപാത്രങ്ങളിലും ഒരു നിഷ്കളങ്കത, അതോടൊപ്പം തന്നെ ഒരു ധീരത, ഇത്തരം ഭാവങ്ങളാണ് കൂടുതൽ പ്രകാശിതമാകുന്നത്. ഇതിൽ ഒരു കണ്ണിങ്നെസ്സും ഉണ്ട്. ഇത്തിരി ഒരു ദുഷ്ടബുദ്ധിയാണോ എന്ന് തോന്നുന്ന രീതിയിൽ ഈ നായകൻ്റെ ഈ പതിതമായ ദുഃഖകരമായ അവസ്ഥയിൽ തനിക്ക് മനസ്സിലൊരു വേദനയുമില്ല. അതിൽ ആ പ്ലോട്ടിൽ തന്നെ നായിക തന്നെ ഒരു
പ്രതിനായികയുടെ ഒരു വില്ലത്തിയുടെ ഭാവത്തിൽ വരുന്ന അത്തരം അപൂർവമായ സന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ആ നായിക കഥാപാത്രങ്ങളിൽ വില്ലത്തരം കൊണ്ടുവരുന്ന അപൂർവം കഥകളേ വരാറുള്ളൂ. അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പം എന്ന് പറയുന്നത് വില്ലത്തിയായിട്ടൊക്കെ അഭിനയിച്ചാൽ നമ്മുടെ ഇമേജ് പോവും. അപ്പോൾ നമ്മുടെ സിനിമയിലുള്ള നമ്മുടെ പല സഹപ്രവർത്തകരും പറയും അങ്ങനെ ചെയ്ത്. കല്യാണമന്ത്രം ചെയ്തപ്പോഴും ഇതേ പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സിന് വെറൈറ്റി കിട്ടാനേ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നെഗറ്റീവ് ആസ്പെക്റ്റുള്ള ക്യാരക്ടേഴ്സ് കിട്ടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അത് ചെയ്യാൻ. കാരണം അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. നമ്മളധികം പുറത്തെടുക്കാത്ത പല ഭാവങ്ങളും അതിനുവേണ്ടി ചിലവാക്കാം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും അല്പം വില്ലത്തരമൊക്കെ ഉണ്ടാവും. അത് നമുക്ക് എപ്പോഴും എടുത്ത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതൊക്കെ ചിലവാക്കാൻ പറ്റുന്ന ഒരു റോള്. പിന്നെ നാട്ടിൻപുറത്ത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട്. കാരണം അങ്ങനെ ഒരു ഇടയ്ക്കൊരു പ്രണയമൊക്കെ വന്നു, പിന്നെ വേറെ കല്യാണം കഴിച്ചങ്ങ് പോകും, കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് പരിചയമുള്ളവർ തന്നെ പലരും ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ളൊരു റോളായിരുന്നു സ്നേഹലത. അപ്പം പ്രത്യേകിച്ച് ശ്രീനേട്ടൻ്റെയും സത്യേട്ടൻ്റെയൊക്കെ പടങ്ങളെന്ന് പറഞ്ഞാൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഈ ഒരു വെറൈറ്റി, മിഥുനത്തിലെ ക്യാരക്ടറിലും ആ ഒരു സംഗതികളുണ്ട്. തലയണമന്ത്രം ഇപ്പോൾ ശ്രീനേട്ടൻ്റെ ക്യാരക്ടേഴ്സിന് പലപ്പോഴും ഈ സ്ത്രീകളുടേതായ, സത്യേട്ടനും അതെ ശ്രദ്ധിക്കും, ചെറിയ ചെറിയ കുശുമ്പ്, ചെറിയ ചെറിയ കൗശലം ഒക്കെ ഉള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റോളായിരുന്നു സ്നേഹലത. ഒട്ടും സ്നേഹമില്ലാത്ത ഒരുത്തിക്ക് സ്നേഹലത എന്ന് പേരിട്ട്. ഇഷ്ടപ്പെട്ട റോൾ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഇത്തിരി റോളുകൾ എത്രയെങ്കിലും എന്ന് പറയാം, ഇത്തിരിയല്ല എത്രയെങ്കിലും റോളുകൾ ഒരു നായികാ നടിയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിക്കാനുണ്ടാവും. ഇപ്പോൾ ഇടയ്ക്കിടെ വളരെ വിസ്തൃതമായ സ്ക്രീനിൽ കാണാനൊക്കെയുള്ള സൗകര്യങ്ങളും ഹോം തിയേറ്ററും എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. തനിക്കിഷ്ടപ്പെട്ട പഴയ കാലത്തെ ഈ ഇടക്കാലത്തെ ഇത്തരം പ്രധാന അഭിനയ മുഹൂർത്തങ്ങൾ താലോലിച്ചുകൊണ്ട് അവയൊക്കെ വീണ്ടും കാണാറുണ്ടോ? ഇല്ല സാർ, ടി വിയിലൊക്കെ വരുമ്പോൾ യാദൃശ്യമായിട്ട് ഇങ്ങനെ കാണുമെന്നേ ഉള്ളൂ. കാരണം അതൊരു വിമർശന ബുദ്ധിയോടിരുന്ന് കാണും ഞാൻ, അതാ കുഴപ്പം. അത് ഓരോ സീൻ വെച്ചാൽ അത് ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അന്ന് അവർ ഡയറക്റ്റ് കുറച്ചുകൂടെ ഒന്ന് മാറ്റിയെടുക്കണമായിരുന്നു, ഇങ്ങനെയൊക്കെ തോന്നിക്കൊണ്ടിരിക്കുക. അത് ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാ പടങ്ങളും അങ്ങനെ എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത് അങ്ങനെയുള്ളൊരു നമ്മൾ ഇതിനകത്ത് ഇത് പ്രശ്നമുണ്ടോ, ഇത് കുഴപ്പമുണ്ടോ, ഇത് പെർഫെക്റ്റ് ആണോ എന്നുള്ള ദൃഷ്ടിയോട് കൂടി ഇരുന്ന് കാണുന്നതിൻ്റെ കുഴപ്പമാണ് അത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പം വെറുതെ ഒന്ന് കാണുമെന്നല്ലാതെ ഇതിനകത്തൊക്കെ ഓരോ കറക്ഷൻ വേണമായിരുന്നു എന്ന് തോന്നിക്കൊണ്ടിരിക്കും. ഉർവശിയുടെ ജീവിതത്തിൻ്റെ ഒരു 2-3 തലങ്ങൾ, ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച ആ ഒരു കാലഘട്ടത്തിൻ്റെ പിന്നീട് ഒരു 1986 തൊട്ട് 94 വരെയുള്ള 8 വർഷക്കാലത്തിനകം മറ്റാരും ദക്ഷിണേന്ത്യയിലില്ലേ എന്ന് തോന്നുന്ന വിധത്തിൽ എല്ലാ ചിത്രങ്ങളിലും, പ്രധാനപ്പെട്ട എല്ലാ ചിത്രങ്ങളിലും നായികയായിരുന്നു. അതിനുശേഷം കുറച്ചു കാലം ഒന്ന് മാറി നിന്നും കൂടുതൽ തമിഴിലേക്ക് പോയി. പിന്നെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ് പിന്നീട് അതിനുശേഷം. ആ തിരിച്ചുവരവിന് ശേഷമുള്ള ഒരു പ്രധാന ചിത്രമാണല്ലോ ഇത്. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ വരുന്ന കാലം വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ശക്തമായ ഒരു സ്ത്രൈണ മനസ്സ്, പ്രതികരിക്കുന്നതിൻ്റെ ഒരു ലാളിത്യം ഇത്തരം കഥാപാത്രങ്ങൾക്ക് നൽകാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിരീക്ഷിച്ചാൽ എങ്ങനെയാണ് പ്രതികരിക്കുക? ആയിരിക്കും സാർ, തീർച്ചയായിട്ടും. നമ്മുടെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ, പ്രത്യേകിച്ച് കലാകാരിയെ സംബന്ധിച്ച് അവരുടെ കഥാപാത്രങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വന്നേ പറ്റും. നിത്യാഭ്യാസി ആന എടുക്കുമെന്ന് പറയുമല്ലോ, എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്നും ചെയ്യുന്ന ജോലിയിൽ ഒരു ഒഴുക്കുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അനുഭവങ്ങൾ തന്നെയാണ്. സ്വാനുഭവങ്ങളെക്കാൾ വലിയൊരു ഗുരു ലോകത്തില്ല. അത് നമ്മൾ നേരിടേണ്ടി വന്നിട്ടുള്ള പല സന്ദർഭങ്ങൾ. ഇപ്പം ഭരതത്തിലെ ആ സന്ദർഭം എന്ന് പറയുന്നത് അതിനുശേഷം, ആ ചിത്രത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ ഒരു ഇളയ അനിയൻ്റെ മരണം എന്ന് പറയുന്നത് അത് വീട്ടിൽ എൻ്റെ അമ്മയെ മറച്ച് വെച്ചിട്ട് എൻ്റെ അമ്മയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസ് വരെയുള്ള യാത്ര എനിക്ക് മറക്കാനേ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ അത്തരം അനുഭവങ്ങൾ പലതും നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചുവിൻ്റെ അമ്മ ഇത്രയും നന്നായത് ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയായതിന് ശേഷമായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും നമ്മൾ വളരെ പേഴ്സണലായിട്ട് അതിൽ ഇൻവോൾവ് ആവുകയാണ്. അതിലെ പല സീനുകളും ഞാൻ ചെയ്തിരിക്കുന്നത് ഞാനൊരു അമ്മയായിട്ട് നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാർ പറഞ്ഞത് ശരിയാണ്, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തും, ഉറപ്പായിട്ടും. ഇപ്പോൾ ചേച്ചിക്ക് കൽപ്പനയ്ക്ക് ഈയിടെ ദേശീയ അവാർഡ് കിട്ടിയല്ലോ, സഹനടിക്കുള്ള ദേശീയ അവാർഡ്. ഉർവശിക്ക് കിട്ടിയ അതേ അവാർഡ് തന്നെയാണല്ലോ സഹനടിക്കുള്ള ദേശീയ അവാർഡ് എന്നുള്ളത്. അങ്ങനെ അതാണ് സാർ, അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അവാർഡ് കിട്ടുവാനുള്ള ദേശീയ തലത്തിൽ അങ്ങനെ ഒരു മുഹൂർത്തവും വന്നു അതിനിടയിൽ. അതെ,
ഇടയ്ക്ക് ഇത്തിരി കുശുമ്പോട് കൂടിയാണോ എന്ന് അറിയില്ല, ഓർത്തെടുക്കാൻ വിഷമമുണ്ട്. പക്ഷേ കൽപ്പന രസകരമായി ഇതുപോലുള്ള ഒരു സംഭാഷണത്തിൽ ഞങ്ങളോട് പറഞ്ഞു, പൊടിമോള് പറയുന്നതൊന്നും പിന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ വന്നാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല, വീട്ടിലൊക്കെ ചുണ്ട് തുറന്നൊന്നും സംസാരിക്കില്ല, അപ്പോൾ അത് കുഞ്ഞാറ്റ പോലും കളിയാക്കി പറയും എന്നൊക്കെ. ഞാനിപ്പോ ഈ തമിഴിലും മറ്റു ഡബ് ചെയ്യുമ്പോൾ ഇപ്പം പണ്ടത്തെ പോലെ വലിയ സ്ക്രീനിൻ്റെ അല്ല ഡബ് ചെയ്യുന്നത്, ഇങ്ങനെ ടി വിയിൽ വന്നു. അപ്പോൾ ലോങ് ഷോട്ടിലൊന്നും ഒട്ടും മനസ്സിലാവില്ല ചുണ്ടനക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചുണ്ടനൊക്കെ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. വീട്ടിൽ നമ്മളിങ്ങനെ കുഞ്ഞൊക്കെ എടുത്ത് സംസാരിച്ചാൽ ഞാനാ സംസാരിക്കാൻ അറിയത്തില്ല, അത് ഞാൻ ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട്. ക്ലാസ് റൂമിലും ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അത്യാവശ്യം വഴക്ക് കേട്ടുള്ള അതാണ്. കുട്ടിയാണ് സംസാരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാവുന്നു, ചുണ്ടനൊക്കെ സംസാരിക്കും കുട്ടി എന്ന് പറയുകയായിരുന്നു. ഇവിടെ ഈ സംഭാഷണം പുരോഗമിക്കുമ്പോൾ അഗാധമായ ഉൾക്കാഴ്ച, ദാർശനികമായ ഒരു പക്വത, സ്ത്രീ എന്നുള്ളത് ഒരു നായകൻ്റെ നായികയായി അഭിനയിക്കാനോ ജീവിക്കാനോ കൽപ്പിക്കപ്പെട്ടതിലുപരി വളരെ വ്യക്തിത്വമാർന്ന ഒരു ജീവപ്രതിഭാസമാണ്, ഒരു ഫിനോമിനാണ് എന്നൊക്കെയുള്ള ഡയമെൻഷൻ ഉർവശിയുമായുള്ള സംഭാഷണത്തിൻ്റെ ഈ പുരോഗതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് തീർത്തും വ്യത്യസ്തമായ രണ്ട് തലങ്ങളാണ്. ഇതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ സിനിമയിൽ വന്ന സമയത്ത് സർ, എനിക്ക് ഞാൻ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നു എന്നെനിക്ക് പറയാൻ പേടിയായിരുന്നു പലരോടും. കാരണം അതിന് മുൻപുണ്ടായിരുന്ന പല സിനിമാ നടികളും കുറേ പ്രായമായതിനു ശേഷം 10ാം ക്ലാസ് എഴുതി എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കും. പിന്നെ പുസ്തകം വായിക്കുന്ന ശീലമില്ലാത്തവരാണ് സിനിമാ നടികൾ എന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എഴുത്തും വായനയും ഇഷ്ടപ്പെടുന്നവരോട് അത് മാത്രമേ ഞാൻ ചർച്ച ചെയ്യാറുള്ളൂ. എൻ്റെ കൂട്ടുകാരുടെ ചർച്ചകളിലൊന്നും സിനിമാ വിശേഷങ്ങൾ ഉണ്ടായിട്ടില്ല. അവർ ആ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടോ, ഇങ്ങനെയൊന്നുള്ള ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മയുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളെക്കുറിച്ചാണ്. അമ്മ ഒരു പുസ്തകം വായിച്ചാൽ അത്, എൻ്റെ അപ്പൂപ്പൻ വളരെ അപൂർവമായിട്ടാണ് ഞാൻ അപ്പൂപ്പനെ കണ്ടിട്ടുള്ളത്, കുഞ്ഞുപിള്ള അപ്പൂപ്പനെ കാണുമ്പോഴൊക്കെ എനിക്ക് സമ്മാനിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കാൻ വലിയ ഇഷ്ടമാണ്. എനിക്കൊരിക്കലും, ഞാൻ റെഗുലർ TV വ്യൂവർ അല്ല, പക്ഷേ ഒരു പുസ്തകം 2 പേരെങ്കിലും വായിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു ഏറ്റവും നല്ലൊരു പുസ്തകം നല്ലൊരു സുഹൃത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ എങ്ങും പോകാത്ത സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അതിൽ നമ്മുടെ കാഴ്ചയെ തന്നെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ടെന്നുള്ളതല്ല, ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ അപൂർവമായിട്ടിപ്പോൾ കമൽ സാറ്, കമൽഹാസൻ, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ്. പാനിപ്പട്ടി ഉത്സവത്തിൻ്റെ കാര്യമൊക്കെ ഹിസ്റ്ററി ബുക്ക് എടുത്ത് വെച്ച് ഇപ്പോഴും വായിക്കും അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു പുസ്തക കുതുകിയാണ് അദ്ദേഹം. വളരെ ഒരു ആത്മീയമായ പുസ്തകമാണെങ്കിൽ അതൊരു കൗതുകത്തിന് വായിക്കും. അദ്ദേഹം യുക്തിവാദിയാണ്, പക്ഷേ ഒരു കൗതുകത്തിന് എന്താ അതിനകത്ത് എഴുതിക്കുന്നതെന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞ് വായിക്കും. കവിതകൾ എഴുതും, അത് തർജ്ജമ ചെയ്യാൻ എൻ്റെ തരും. അപ്പോൾ അങ്ങനെ മുരളിച്ചേട്ടൻ മരിച്ചുപോയി, എൻ്റെ അടുത്ത ബന്ധുവെന്നും. മുരളിച്ചേട്ടനൊക്കെ എനിക്ക് ലൊക്കേഷനിൽ കാണുമ്പോഴൊക്കെ എന്നോട് സംസാരിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ്. എവിടെ ഉണ്ടെങ്കിലും 2-3 പുസ്തകം കിട്ടി എനിക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ അങ്ങനെ അതാണ് എന്ന് തോന്നുന്നു എനിക്ക്. അല്ലെങ്കിൽ നമുക്ക് സിനിമയിൽ സംസാരിക്കുക, കാരണം ഒരു കാലഘട്ടം വരെ നമുക്ക് ന്യൂസ് പേപ്പർ പോലും വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബിസി ആയിട്ടുള്ള വർക്കാണ്. മറ്റൊരു വിശേഷവും നമുക്കറിയാൻ യാതൊരു മാർഗ്ഗവും ഇല്ല. ഇപ്പം പിന്നെ എല്ലാ ടെക്നോളജിയും വളർന്നു, കുഴപ്പമില്ല. അപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോയാൽ അവിടെ തന്നെ ഒരു ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ഹോട്ടലിൽ വന്നേ ചെയ്യാൻ പറ്റുള്ളൂ, അൺടൈമിലാരും വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എഴുത്തും വായനയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു നല്ല സഹവാസം ഗുണം ചെയ്തിട്ടുണ്ട്.